നാട്ടിൽ വന്നിട്ട്, അതായത് ഈ സൗദി അറേബ്യയിൽ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യും. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-14 ദിവസം കൊണ്ട് ഞാനിപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്താണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ സൗദി അറേബ്യയിൽ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയ്ക്ക് ബുദ്ധിമുട്ട് നേരിട്ടുള്ളൊരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. അതിനൊരു പരിഹാരം ഞാൻ കണ്ടുപിടിച്ചു. ഇപ്പോൾ അത് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരു 14 ദിവസം കഴിഞ്ഞു. അപ്പോൾ 14 ദിവസത്തിന് ശേഷം അതിൻ്റെ റിസൾട്ട് സക്സസ്ഫുൾ ആണ് എന്ന് അറിയെങ്കിൽ മാത്രം ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്താൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നത്, എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഫുള്ള് കണ്ട് ഹൈപ്പ് ചെയ്യുക കേട്ടോ. ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കൂടുതലും നമ്മുടെ പ്രവാസികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്താണ്. ആദ്യം അവർക്ക് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തലയിൽ താരൻ വരിക, മുടി കൊഴിയുക. ആ താരൻ കാരണം നമുക്കുണ്ടാവുന്ന ഭയങ്കരമായിട്ട് ആൻസൈറ്റിയും ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിൽ, ഞാനാണെങ്കിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു. എൻ്റെ മുടി കൊഴിയുന്നതിന് ഒരു കയ്യും കണക്കും ഇല്ലായിരുന്നു. അമ്മ അതാന്ന് വെച്ചാൽ ആ രീതിക്കാണ് എനിക്ക് മുടി കൊഴിയുന്നത്. മുടി കൊഴിയുന്നുണ്ട്, തലയിൽ ഇങ്ങനെ കൈവച്ചിങ്ങനെ ഒന്ന് മാന്തുമ്പോൾ തന്നെ നമുക്ക് നിറച്ചിങ്ങനെ നമ്മുടെ ഈ നഖങ്ങളിലെല്ലാം ഇങ്ങനെ താരൻ ഇങ്ങനെ കയറുമായിരുന്നു. ആദ്യമൊക്കെ വിചാരിച്ചു സ്കിന്നൊക്കെ ഡ്രൈ ആവുന്ന എൻ്റെ ആയിരിക്കും. പിന്നീട് ഇത് കൂടി 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 വരാൻ തുടങ്ങി. കുറേ ഹോം റെമഡീസ് ഞാൻ ചെയ്തു നോക്കി, എനിക്കൊന്നും സക്സസ് ആയിട്ടില്ലായിരുന്നു കേട്ടോ. ഒന്നും സക്സസ് ആയില്ല. കുറേ ട്രൈ ചെയ്ത് നോക്കി. ഞാൻ മുടി പൊഴിഞ്ഞു പോകുന്നത് കാരണം ഞാൻ എൻ്റെ ഈ തോള് വരെ വെച്ച് വെട്ടി വരെ കളഞ്ഞു. എന്നിട്ടും ഒരു രക്ഷയില്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഈ വീഡിയോയിൽ കണ്ടോ, എൻ്റെ തല നിറച്ച് താരനാണ്. വലിയ 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 റൗണ്ട് കണക്കുള്ള താരനാണ് വന്ന് തുടങ്ങിയത്. എനിക്കത് ഭയങ്കരമായ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ എപ്പോൾ ചെയ്യല്, എൻ്റെ പഴയ വീഡിയോസുകൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഫുള്ള് ഇങ്ങനെ വവർന്നിരിക്കുക, ഇവിടെ ഇത്ര അങ്ങ് താരൻ ഇങ്ങനെ പൊടി പൊടിയായിട്ടിരിക്കുന്ന കാണാൻ പറ്റും. അങ്ങനെ ആയി എൻ്റെ നെറ്റിയിൽ വരെ ഇങ്ങനെ നൊണലുകൾ വന്നു തുടങ്ങി. അപ്പം അത് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടാണ് എനിക്ക് ഉണ്ടാക്കിയത് കേട്ടോ. ഞാൻ കുറേ അല്ലാതെ തന്നെ നമ്മളിവിടെ ഷോപ്പിൽ പോകുമ്പം സാധാരണ ഡാൻഡ്രഫിൻ്റെ ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് നോക്കിയായിരുന്നു. പക്ഷെ എനിക്കതൊന്നും കൊണ്ട് ഒന്നും മാറിയിട്ടില്ലായിരുന്നു. എനിക്ക് ഇത് കൂടി കൂടി വരുന്നേ അല്ലാതെ കുറയുന്നതേ ഇല്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ സെബാമെഡിൻ്റെ ഷാമ്പു മേടിക്കുന്നത്. ഞാൻ കുറേ നോക്കി, എൻ്റെ റിവ്യൂസൊക്കെ കുറേ നോക്കി. അങ്ങനെ സെബാമെഡിൻ്റെ ഷാമ്പു ഞാൻ മേടിച്ചു. അത് ഞാൻ മൊത്തത്തിലൊന്ന് യൂട്യൂബിൽ തന്നെ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പം കുറേ റിസൾട്ട് കിട്ടിയതാണ് ഞാൻ റിവ്യൂസ് കണ്ടത്. അങ്ങനെ ഞാനത് ഉപയോഗിച്ചു. ഫസ്റ്റ് ഡേ ഞാനത് ഉപയോഗിച്ചു. ആ ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് കുറച്ച് മാറ്റം ഉണ്ടായി. ആ ഫസ്റ്റ് ഡേ ഞാൻ ഉപയോഗിച്ച ദിവസം തന്നെ എനിക്ക് നല്ല മാറ്റമുണ്ട്. കാരണം നല്ലതുപോലെ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആക്കിയാണ് ഫസ്റ്റ് ഡേ ഈ ഷാമ്പു നമുക്ക് തരിക. അത്രത്തോളം എനിക്കത് എഫക്റ്റീവായി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പു. ഇത് സെബാമെഡിൻ്റെ ഷാമ്പു ആണ്. ഇത് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് ഈ അക്ഷരം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനിതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നിങ്ങളത് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ത്രീകൾക്കും പുരുഷനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമുക്കിടെ ശരീരത്തിൽ എന്തെങ്കിലും വൈറ്റമിൻസിൻ്റെയോ മിനറൽസിൻ്റെയോ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് പരിഹരിച്ചതിന് മാത്രം ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് 14 ദിവസം തുടർച്ചയായിട്ട് ഉപയോഗിക്കുക. കറക്റ്റ് 14 ദിവസം ഉപയോഗിച്ചാൽ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ തലയിലെ സ്കാൽപ്പിലെ pH വാല്യൂ ബാലൻസ് ചെയ്യും. അതിനെല്ലാം ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷാമ്പു ആണ്. നല്ല മൈൽഡ് ഷാമ്പു ആണ്. എല്ലാം ഹെയർ ടൈപ്സിൻകാർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഓയിലി ഹെയർ ആയിട്ടുള്ളവർക്കാണെങ്കിലും ഡ്രൈ ആയിട്ടിരിക്കുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഈ ഷാമ്പു യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഷാമ്പൂവിൽ ആൽക്കലിൻ ഫ്രീ ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്, 100% സോപ്പ് ആൻഡ് ആൽക്കലിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഷാമ്പു ആണ്. ക്ലിനിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു ആണ്. നമ്മുടെ തലയിലെ ചൊറിച്ചിൽ പിന്നെ ഈ ഞൊണലുകൾ വരുന്നതിന് എല്ലാം നമുക്ക് ഇത് ഉപയോഗിച്ചാൽ മാറും. അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകിച്ച് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. വെറും മൈൽഡായിട്ടുള്ള സ്മെല്ല് മാത്രമേ ഇതിനുള്ളൂ.
ഉപയോഗിച്ച് നോക്കുന്നവർ ഒരു 14 ദിവസം ഇത് ഉപയോഗിക്കുക. പിന്നെ ഇത് എല്ലാ ഷോപ്പുകളും, അതിൽ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. പിന്നെ GCC കൺട്രീസിലാണെങ്കിൽ നമ്മുടെ നെസ്റ്റോ, ലുലു എന്ന് പറയുന്ന ഷോപ്പുകളിലെല്ലാം ഇത് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഫ്ലിപ്കാർട്ട്, തേമു, അങ്ങനെ ആമസോൺ എല്ലാ ഓൺലൈൻ ഇതിലും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. താല്പര്യമുള്ളവർ മേടിച്ച് നമ്മളിപ്പോഴും ഉപയോഗിച്ച് തുടങ്ങുക. GCCയിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ നാട്ടിൽ പോകുമ്പോഴത്തേനും ഹെയറും കാണൂല, ഒന്നും കാണൂല, ആ അവസ്ഥയാവും. അപ്പം ഞാൻ ഇപ്പോഴാണ് എനിക്കിത് ആലോചിച്ച് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പം എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൂടി ഇത് ഷെയർ ചെയ്യുകയാണ്. അപ്പം ഇഷ്ടപ്പെട്ട ഇത് മേടിച്ച് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക കേട്ടോ. താരനുള്ളവരും മുടി നല്ലപോലെ കൊഴിയുന്നവരും, താരൻ കാരണം മുടി നല്ലതുപോലെ കൊഴിയുന്നവരും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മേടിച്ച് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എനിക്ക് ഉപയോഗിച്ചതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഇതാണ്ട് ഇപ്പം നിങ്ങൾ കണ്ടോ, ഇപ്പം നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൽ എൻ്റെ തലയിൽ ഒരു താരൻ പോലും ഇല്ല. എൻ്റെ മുന്നത്തെ വീഡിയോയും ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ രാപ്പകൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത്രയ്ക്ക് എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇത് മേടിച്ച് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒരുപാട് പേര് ഡാൻഡ്രഫ് കാരണം ബുദ്ധിമുട്ടുന്നവരുണ്ട്. പക്ഷെ ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഏതെങ്കിലും വൈറ്റമിൻസിൻ്റെ കുറവുള്ളവർ ആ വൈറ്റമിൻസ് ലെവൽ ചെയ്തതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കുക. ഉപയോഗിക്കുന്നവർ 14 ദിവസം തന്നെ ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.